മുൻപ് ഞാൻ ആക്ടർ ജീവയെക്കുറിച്ച് ചെയ്ത വീഡിയോയിൽ ഈ സിനിമയെക്കുറിച്ച് ഒരൊറ്റ സെന്റൻസ് മാത്രം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ പേര് രൗദ്രം അഥവാ രൗദ്രം. ഈ സിനിമയെക്കുറിച്ച് പ്രധാനമായും പറയാനുള്ളത് കാര്യം ഒരു കൺവെൻഷണൽ സൗത്ത് ഇന്ത്യൻ മാസ് ഹീറോയുടെ ലുക്കോ ഫിസിക്കോ ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ ആക്ടർ ജീവ എങ്കിലും വളരെ കൺവിൻസിംഗ് ആയി കാണുന്ന പ്രേക്ഷകന് വിശ്വാസയോഗ്യമായ രീതിയിൽ അദ്ദേഹം മാസ് കൈകാര്യം ചെയ്യുമെന്ന് ഈ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരുപക്ഷെ ഈ പടം കാണാത്തവർ ഇവിടെ ഉണ്ടാവുന്നതിനാൽ ഇതിന്റെ കഥ ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പടത്തെക്കുറിച്ചുള്ള ഒരു ക്യാച്ചി പോയിന്റ് പറയാം. അതായത് ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരേ സമയം നമുക്ക് ഇതിലെ നായകനോടും നായകന്റെ ആദർശങ്ങളോടും മൂല്യങ്ങളോടും താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കുകയും അറ്റ് ദ സെയിം ടൈം ഈ മൂല്യങ്ങളൊക്കെ എതിർത്തു നിൽക്കുന്ന നായകന്റെ ഫാമിലിയുമായും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ബാറ്റിൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം, മൊട്ട രാജേന്ദർ എന്ന് പറയുന്ന ഒരു ആക്ടർ തമിഴ് സിനിമയിൽ ഉണ്ടെന്ന് നിങ്ങളിൽ പലരും ആദ്യമായി ഒരുപക്ഷെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക രാജാറാണി എന്ന സിനിമയിലെ ആ ഒരു കഥാപാത്രത്തിലൂടെയായിരിക്കും. എന്നാൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആക്ടറെ ഞാൻ ആദ്യമായി നോട്ട് ചെയ്യുന്നത് അത് ഈ സിനിമയിലൂടെയായിരുന്നു. പക്ഷേ ഈ പടത്തിൽ അദ്ദേഹത്തിന്റെ വക കോമഡി ആയിരുന്നില്ല, മറിച്ച് ആളിതിലൊരു ടെറർ വില്ലനായിരുന്നു. എനിവേസ്, ഇതൊക്കെയാണെങ്കിലും ഇപ്പൊ ഞാൻ ഈ സിനിമ പൊക്കിപ്പിടിച്ച് വരാനുള്ള ഒരു കാരണം ഈ അടുത്ത് എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു. രൗദ്രം എന്ന സിനിമയുടെ യഥാർത്ഥ ക്ലൈമാക്സ് ഇതായിരുന്നു എന്ന് പറഞ്ഞൊരു ഫൂട്ടേജ്. യെസ്, അതെനിക്കൊരു ഭയങ്കര ഞെട്ടലായിരുന്നു. കാരണം ഞാൻ ഈ പടം പണ്ട് ടിവിയിൽ കാണുമ്പോൾ ഇത് അവസാനിക്കുന്നത് നായകന് തന്റെ ക്യാരക്ടർ മാറ്റാൻ സാധിക്കില്ല, അയാൾ പണ്ടെങ്ങനെയായിരുന്നോ അത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും എന്നൊരു സൂചന നൽകിക്കൊണ്ട് നായകൻ ഒരു വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുന്നിടത്താണ്. അതുകൊണ്ട് തന്നെ അതൊരു നല്ല എൻഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം ഇൻസ്റ്റാഗ്രാമിൽ ഈ സംഗതി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എൻഡിങ്ങും ഈ സിനിമയ്ക്കുണ്ടെന്ന്. ആൻഡ് ഇതിനെപ്പറ്റി നെറ്റിലൊന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി യഥാർത്ഥത്തിൽ തിയേറ്ററിൽ ആദ്യം പുറത്തിറങ്ങിയത് ഈ ട്രോമാറ്റിക് എൻഡിങ്ങോടുകൂടിയുള്ള ക്ലൈമാക്സ് ആയിരുന്നു. പക്ഷെ ജനങ്ങൾ അത് നല്ല രീതിയിൽ സ്വീകരിക്കാത്തത് കൊണ്ട് അവർ പിന്നീട് ആ ഒരു ഭാഗം ട്രിം ചെയ്യുകയാണ് ഉണ്ടായത്. ഇന്ന് യൂട്യൂബിൽ നോക്കുമ്പോൾ ജീവയുടെ തന്നെ പ്രൊഡക്ഷൻ ഹൗസായ സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ചാനലിൽ ഈ ട്രിംഡ് ക്ലൈമാക്സോട് കൂടിയ സിനിമയും അൺകട്ട് ക്ലൈമാക്സോട് കൂടിയ സിനിമയും അവൈലബിൾ ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ എന്നെ സംബന്ധിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട് അവസാനിപ്പിച്ച ഒരു സിനിമയുടെ യഥാർത്ഥ ക്ലൈമാക്സ് ഞാൻ കാണുന്നത് ഇന്നലെയാണ്.